നിൽക്കുന്നത് ഓടക്കൊല്ലി നാച്ചുറൽ കേവിന്റെ മുൻപിലാണ്. നമുക്കറിയാം, ഇത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോത്തിനടുത്തുള്ള പാലാവയൽ. പുളിങ്ങോത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി സാധിക്കും. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഈ ഓടക്കൊല്ലി നാച്ചുറൽ. ഇത് ഒരു പ്രകൃതിദത്ത ഗുഹയാണ്. നമുക്കറിയാം, ഈ പ്രദേശം കർണാടക ഫോറസ്റ്റിനോട് അടുത്തുള്ള കേരളത്തിന്റെ അതിർത്തി പ്രദേശമാണ് ഈ പാലാവയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള അത്ഭുതങ്ങൾ കാണാതെ നമ്മൾ മറ്റ് അത്ഭുതങ്ങൾ തേടി പോകുന്ന ഒരു സംസ്കാരം അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ കാണാം. ഇത് ഒരു പ്രകൃതിദത്ത ഗുഹയാണ്. മനോഹരമായ അത്ഭുതകരമായ കാഴ്ചകളാണ് ഇതിന്റെ ഉള്ളിലേക്ക് പോയി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ കണ്ടെത്തലാണ് ഈ ഗുഹ. അപ്പോൾ അതിമനോഹരമായ അത്ഭുതകരമായ കാഴ്ചകൾ നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് അകത്തെ അത്ഭുതങ്ങൾ നമുക്ക് കാണാം. പുറത്തേക്ക് പിടിക്കണ്ട, കാറ്റ് പിടിച്ചാൽ നടക്കാനൊക്കെ വഴികളാണ്. ഇതൊരു സാഹസിക യാത്ര തന്നെയാണ്. അപ്പോൾ നമുക്ക് നടന്നു കയറാനുള്ള വഴികളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോകാം. എന്നാ രസം നോക്കി. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഈ ഗുഹയിൽ കയറിയാൽ മതി. നല്ല കാലാവസ്ഥ, നല്ല ഒരു AC കാലാവസ്ഥ നമുക്ക് ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട് പ്രകൃതി. ഈ ഗുഹയിലേക്ക് 2 തരത്തിലുള്ള ട്രക്കിംഗ് ആണ്. ഇപ്പം ഒന്ന് നോർമൽ ആയിട്ടുള്ള വഴിയിലാണ്. ഇപ്പോൾ ഈ വഴിയിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് 100 രൂപ പ്രവേശന ഫീസ് വരും. പിന്നെ അഡ്വഞ്ചർ ട്രക്കിംഗ് എന്ന് പറഞ്ഞ് വേറൊരു റൂട്ടുണ്ട്. അവിടെ 500 രൂപയാണ് നമ്മൾ ഫീസ് വാങ്ങുക. അത് നമ്മുടെ കൂടെ ഗൈഡ് വരും, നമ്മുടെ സ്വന്തമായിട്ട് വിടില്ല. ഇതിപ്പം സിമ്പിൾ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് പോകാം. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള ട്രക്കിംഗ് ആണ് ഇവിടെ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഇടയ്ക്ക് പോയി കാണാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലുണ്ട് ഇവിടെ കാണാൻ. കാരണം അവിടെ വന്നവരുടെ സീനുള്ളൂ. മാത്രമല്ല അതിന് അങ്ങോട്ട് ചെല്ലാൻ നമുക്ക് ഒരുപാട് വഴി കൂടെ നടക്കാനുണ്ട്. ഇത് നമുക്ക് ഈ ഗുഹയുടെ മുമ്പിൽ തന്നെ നമുക്ക് വണ്ടി എത്തുന്നുള്ളൊരു പ്രത്യേകത. അപ്പൊ നടക്കണ്ട, ആർക്കും വരാം. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നടക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇച്ചിരി വിശ്രമമുണ്ട്. ചിലരൊക്കെ നമ്മുടെ ഇടുങ്ങിയൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെ പോകും. കറണ്ട് പോയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഇരുട്ട്. പോട്ടെ ചേച്ചി നോക്കോ. ഇവിടെ അപ്പം ഓടക്കൊല്ലി ഗുഹയുടെ ഉൾഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. വളരെ അത്ഭുതകരമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം പാറക്കെട്ടുകളെ ഇത്ര മനോഹരമായിട്ട് എങ്ങനെ ഈ പ്രകൃതി ക്രമീകരിച്ചു എന്ന് നമുക്ക് അത്ഭുതത്തോടെ നമ്മൾ കാണും. ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു മഹാപ്രളയത്തിന്റെ ഒക്കെ അവശിഷ്ടമായിരിക്കാം ചിലപ്പം ഈ ശിലകളെ ഇങ്ങനെ ക്രമീകരിച്ചത്. നമുക്ക് ഇവിടെ നോക്കി കാണാം. ഈ പാറക്കെട്ടിന്റെ മുകളിൽ നിന്നും പിന്നെ വെളിച്ചം ഇങ്ങനെ അരിച്ചിറങ്ങുന്നത്, ഈ വള്ളിച്ചെടികൾക്കിടയിലൂടെ ഈ വെളിച്ചം അരിച്ചിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ അത്ഭുതങ്ങളുടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു ഗുഹയാണ് ഈ ഓടക്കൊല്ലി നാച്ചുറൽ കേവ്. അവിടെ പോയി മുന്നോട്ട് പോലെ ഇവിടെ ശ്രദ്ധിക്കണം. പടം എടുത്തോ?
സമ്മാനിയാണ്. മക്കളെ ഇതിരിച്ച് നിന്ന് പോകും. അതിമനോഹരം അത്ഭുതകരമായ കാഴ്ചയാണ്. എല്ലാരും കൂടെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. അങ്ങോട്ട് പോവാ അല്ലേ? അവിടെ കയറി വെച്ചാൽ എല്ലാരും കൂടെ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തോളൂ. അങ്ങോട്ട് ഇല്ലട വഴി. ഇതാണ് വഴി. ഇതാ റൂട്ട്. ഏകദേശം പിന്നെ മോൾ ഭാഗത്ത് എക്സിറ്റിന് അടുത്ത് നമ്മൾ എത്തി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർസൻ കേവ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഹിൽ ടോപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ടാർസൻ കേവിന്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ടാർസൻ കേവ് ഹിൽ ടോപ്പിലുള്ള മനോഹരമായ ഒരു ഗുഹ പ്രദേശമാണ് ഇവിടെ. ഏരിയയാണ്. നല്ലൊരു ആള് പോലെയുള്ള പ്രദേശം. ഒരു വലിയ കല്ലുകൊണ്ടാണ് ഇതിന്റെ മേൽക്കൂര സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്രയും കല്ലുകളുടെ മുകളിൽ ഒരു വലിയ കല്ലെടുത്ത് വെച്ചാണ് ഇതിന്റെ മേൽക്കൂര മനോഹരമായ. ഞങ്ങളുടെ ടീം വളരെ ഹാപ്പിയാണ് ഇന്ന്. വളരെ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും. കുട്ടികൾ വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇന്നത്തെ യാത്ര. ഓക്കെ, താങ്ക് യു.